സ്കൂള് സബ് ഡിസ്ട്രിക്ട് ഈ മൂന്നിലും ഞാൻ അപ്പീൽ കൊടുത്താണ് വന്നത്. പക്ഷെ ഇവിടെ സ്റ്റേറ്റിലെത്തിയപ്പോൾ ഫസ്റ്റ് എ ഗ്രേഡ് കുച്ചിപ്പുടിയിൽ. ഓക്കെ. സ്കൂൾ, ജില്ലാ, സബ് ജില്ലാ തലത്തിൽ സമ്മാനം ലഭിക്കാതെ അപ്പീൽ വഴിയാണ് വീണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി എത്തിയത്. കുച്ചിപ്പുടിയെക്കുറിച്ചും അതിന്റെ വേഷവിധാനത്തെക്കുറിച്ചും അറിയാതെയാണ് വിധികർത്താക്കൾ തങ്ങളെ താഴ്ന്നതെന്നും എന്നാൽ സംസ്ഥാന കലോത്സവത്തിൽ അതിന് അംഗീകാരം ലഭിച്ചു എന്നും രക്ഷിതാക്കൾ പറയുന്നു. ഒരുപാട് തല പൂന്തോട്ടം പോലെ അലങ്കരിക്കണം എന്നൊക്കെയാണ് ഓരോ വേദിയിൽ ഇവിടെയുള്ള ജഡ്ജസ് പറയുന്നത്. പിന്നെ ഹിപ്പ് മൂവ്മെന്റ് ഇല്ലാന്ന്. ഹിപ്പ് മൂവ്മെന്റ് അല്ല കുച്ചിപ്പുടി. കുച്ചിപ്പുടി ശൈലിയിൽ കൃത്യമായിട്ട് അടിസ്ഥാനം പഠിച്ച് ചെയ്താൽ അത് അതിന്റെ രീതിയിൽ വരും. ഇത് ചിലവരെന്താ വെച്ചാൽ ജസ്റ്റ് കോസ്റ്റ്യൂം മാത്രമാണ് കുച്ചിപ്പുടി ഭരതനാട്യ ശൈലിയാണ് കളിക്കുന്നത്. ജില്ലാ സബ് ജില്ലാ തലങ്ങളിലെ വിധിനിർണ്ണയത്തിലെ അപാകത മൂലം ഇതുപോലെ ധാരാളം കുട്ടികൾ സംസ്ഥാന തലത്തിൽ എത്താതെ നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടു. ഇത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും കഴിവുള്ള കുട്ടികളെ നിരാശരാക്കരുത് എന്നുമാണ് ഇവരുടെ അഭിപ്രായം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്തേണ്ട സമയമായി. യുവജനോത്സവം അതെങ്ങനെ ചെയ്യണമെന്ന് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇനി പുതിയ വിദ്യാഭ്യാസ മന്ത്രി അതിന് ഞങ്ങളെ കൂടെ സഹകരിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ജീവൻ ന്യൂസിനു വേണ്ടി കലോത്സവ വേദിയിൽ നിന്നും സുബിത സുകുമാർ.